ഒരു കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഉള്ളതായിത്തീരുന്നത് ഒരു പ്രൗഢകാലം ഉണ്ടായി. ഏതാണ് ആ പ്രൗഢകാലം? പിതാവും മാതാവും ഉള്ള കാലം. പിതാവും മാതാവും ഇല്ലാത്ത കാലത്ത് ഒരു മനുഷ്യൻ അനാഥനായി തീരുന്നു എന്നുള്ളത്. ബാക്കി എന്തുണ്ടെങ്കിലും കാര്യമില്ല, അയാൾ അനാഥനായി തീരും. ഈ കുറിപ്പുകൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കുറിപ്പുകളല്ല. ദൈവം എന്നുള്ള സങ്കല്പത്തെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഞാൻ പറയും ഇങ്ങനെയാണ്, ദൈവത്തോട് ലയിക്കാനുള്ള കുറിപ്പുകളല്ല, ചേർന്ന് നിൽക്കാനുള്ള കുറിപ്പുകളല്ല, ദൈവമായി തീരുകയാണ്, ആയിത്തീരാനുള്ള കുറിപ്പ്. മനസ്സിലായി? ഓരോ മനുഷ്യനിലും ആ ശക്തിയുണ്ട്. അതാണ് ഗുരു പറഞ്ഞത്, ശ്രീനാരായണ ഗുരു ഒക്കെ പറഞ്ഞത്. മനസ്സിലായോ? കണ്ണാടിയിലേക്ക് നോക്കി നിങ്ങൾ തൊഴു എന്ന് പറഞ്ഞ കണ്ണാടിയുടെ മുമ്പിൽ പോയിന്ന് ആരെ കാണുക? കണ്ണാടിയുടെ മുമ്പിൽ പോയിന്ന നമ്മളെയാണ് കാണുക, നമ്മളിലുള്ള ശക്തി. മനസ്സിലായോ?